വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഹോം മെയ്ഡ് ആയിട്ട് ഡോ തയ്യാറാക്കി കുനാഫ ഡോ തയ്യാറാക്കിയതിന് ശേഷം ഞാൻ കുനാഫ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുനാഫ ഡോ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലവറും ആണ്. അത് 1 കപ്പ് മൈദയ്ക്ക് നമ്മൾ 1 കപ്പ് വെള്ളം തന്നെ എടുക്കുക. അതുപോലെ തന്നെ 2 സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റോളം ഇതൊന്ന് അടിച്ചെടുക്കാം. നല്ലപോലെ കട്ടയൊന്നുമില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കട്ട് ചെറുതായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അരിപ്പ കൊണ്ട് അരിച്ചെടുക്കണം. കാരണം നമ്മളിതൊരു ചെറിയ ഹോളിട്ടിട്ടാണ് നമ്മളിത് ഒഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ കട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്ന് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഇതെല്ലാം ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഞാനൊരു 1 മിനിറ്റ് ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. അതിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അതായത് ഒരുപാട് ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് തിക്കായി പോകാനും പാടില്ല. ഞാൻ ഇതേപോലെ ഒരു കവർ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാമെന്നാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ കവർ ഇല്ല, അതിന് പകരമായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ മിൽമ കവർ എടുത്താലും മതിയാവും. ഇതുപോലെ ഒരു കവർ എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരുവത്തായിട്ട് നമ്മൾ സൂചി കൊണ്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അറ്റത്തായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതിയാവും. ഒരുപാട് വലിയ ഹോളായി പോകാൻ പാടില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുപ്പി എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പോൾ വലിയ പാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പാനിൽ നമ്മൾ ദോശയ്ക്ക് ചുടുന്ന പാൻ അല്ലെങ്കിൽ ഫ്രൈ പാനിൽ ഇതുപോലെ ചെറിയ റൗണ്ടുകളായിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുത്താലും മതിയാവും. നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കുക. ആദ്യം 2 പ്രാവശ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ പാടായിട്ട് തോന്നും. പിന്നീട് നമുക്ക് ഈസി ആയിട്ട് ഇത് ചുറ്റിച്ച് വരാൻ പറ്റും. ഇട്ട ഉടനെ നമുക്കങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. കാരണം ഒരുപാട് അങ്ങ് മുരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ചൂടായിട്ടുള്ള ഫ്രൈ പാനിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇട്ട ഉടനെ തന്നെ മറിച്ചെടുത്ത് അങ്ങ് കോരി മാറ്റാവുന്നതാണ്. കണ്ടോ, വളരെ തിന്നായിട്ടാണ് ഞാനിത് ഒഴിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ കവറിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ അറ്റഭാഗം നമ്മൾ എന്തെങ്കിലും കൊണ്ട് നല്ല രീതിയിലൊന്ന് കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിവെക്കുകയോ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ മാവ് കൂടി മേളിൽ കൂടെ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. സൂപ്പറാണ്. ഇത് നമ്മൾ കുനാഫ തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ ഡോ എല്ലാം ചെറിയ നമ്മൾ സേമിയയുടെ ആ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ കുനാഫ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അതുകൂടി കണ്ടു നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി കുനാഫയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കുഞ്ഞു ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.